ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഞവരരി വെച്ചുള്ള ഒരു ശർക്കര പായസം ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ ഞാൻ കുറച്ച് നേരമായി ഇത് ഒരു അരമണിക്കൂറിൽ കൂടുതലായി വെള്ളത്തിലിട്ടിട്ട് കഴുകി വെള്ളത്തിലിട്ടായിരുന്നതായിരുന്നു. ഞവരരിയാണ്, ഞങ്ങൾ വയനാട് പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ വെറുതെ വെച്ചിരുന്ന് കളയണ്ടല്ലോ, അതുകൊണ്ടൊരു ശർക്കര പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഒന്ന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇട്ട് കുതിർത്തിയിട്ട് വേണം. നല്ല ഉണക്കാണ് ഇതിന്. ഇനി വെള്ളം നല്ലപോലെ ഒഴിക്കുകയും ചെയ്യണേ. ഭയങ്കര വേവാണിതിന്. ശർക്കര ഒഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വേവില്ല. അപ്പോൾ അതിന് മുന്നേ കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം. വെള്ളം നല്ലതുപോലെ മുങ്ങിക്കിടക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ സാധാ ഉണക്കലരിയിലുണ്ടാക്കുമ്പം നല്ലൊരു മയമുണ്ട്. ഇതിനങ്ങനെ മയമില്ല. ഈ ഇതിൻ്റെ തവിടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ കേൾക്കട്ടെ, എന്നിട്ട് ഓഫാക്കിയിടാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഓഫാക്കിയിട്ടേക്കുമായിരുന്നേ. കണ്ടോ, ഞാൻ ആ ഒഴിച്ച വെള്ളം എല്ലാം വറ്റിപ്പോയി. നമുക്കൊന്ന് ഇളക്കിയിട്ട് നോക്കാം. അപ്പോൾ അതേ നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് കുക്കറിലുള്ളതൊക്കെ കോരിയെടുക്കാം. അപ്പോൾ വെന്തോന്നൊന്ന് നോക്കാം. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഈ ഞുറുക്ക് ഗോതമ്പൊക്കെ വേവിക്കുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയാണിതിനെ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ചട്ടി ഒന്ന് ചൂടാവണമല്ലോ. അപ്പോൾ ഇത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇടണേ. എന്താണെന്ന് വെച്ചാൽ മധുരമൊന്നും ആർക്കും അധികമൊന്നും പാടില്ലല്ലോ. ഞാനിപ്പോൾ മധുരം ഇത്തിരി കുറവിലാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ശർക്കര കിടന്നത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. ആ അരിയിട്ടൊക്കെ ശർക്കരയൊന്ന് പിടിക്കണമല്ലോ. ഇതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ മുറിയാണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ നെയ്യിൽ കിടന്ന് വേവുമ്പോഴാണ് നല്ലൊരു രുചിയായിരിക്കും. പണ്ടൊക്കെ എപ്പോഴും വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അത് ഞവരരിയല്ല, നമ്മുടെ ഉണക്കലരിയുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ആ ശർക്കരയിൽ കിടന്ന് തേങ്ങയൊക്കെ നല്ലതുപോലെ മൂക്കട്ടെ. അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പച്ച ചൊവയായിരിക്കും. പിന്നെ ഉപ്പ് നോക്കിയിട്ടിടണം. ചില ശർക്കരയ്ക്ക് ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന് ഇത്തിരി ഉപ്പില്ല അധികം. അപ്പം ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. ഇനി ഞാനിവിടെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ വീട്ടിൽ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശർക്കര പായസമാണിത്. ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ.
ഇപ്പോൾ ഈ ഷുഗറൊക്കെ വന്നേ പിന്നെയാണ് ഉണ്ടാക്കാറൊന്നുമില്ല. അച്ഛനുമില്ല, അമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവരുടെ ആ മുഖം മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇനി ഞാൻ ദേ ഒരു ചട്ടിയിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഒരല്പം തേങ്ങ കൊത്ത് വറുത്തിടാം. അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ ഇടുന്നവർക്ക് ഇടാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ മാത്രമേ ഇടുന്നുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഈ തേങ്ങാക്കൊത്ത് മാത്രമല്ലോ ഇങ്ങനെയൊക്കെ ഇടുന്നുള്ളൂ. അന്ന് അണ്ടിപ്പരിപ്പും കിസ്മസൊന്നും മേടിക്കാൻ ആരുടെ കയ്യിലൊന്നും പൈസയൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമേ ഇടുന്നുള്ളൂ. നല്ലപോലെ മൂക്കണേ. ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, എന്നാലും ഇത്തിരി വെള്ളം വറ്റിയ തേങ്ങയാണ്. നല്ലപോലെ മൂക്കട്ടെ. പതുക്കെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇത്തിരി നെയ്യ് ഒഴിച്ചാലാണ് ആ ശർക്കര പായസത്തിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. ഇതിപ്പോൾ ഉണക്കലരി ഇല്ലെങ്കിൽ പച്ചരി കൊണ്ടാണെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഞവരരി കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. വയനാട് പോയപ്പം ഈ ഗാന്ധി ഗ്രാമം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിയതാണേ. അപ്പോൾ അത് വെച്ച് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ശർക്കര പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രത്യേക രുചിയാണിതിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഞവരരി കിട്ടുമ്പം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.